സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പ്രിയമുള്ളവരെ, രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിനെ ചുംബിക്കുന്ന പരിശുദ്ധമായ മനുഷ്യരാണ് ബഹുമാനപ്പെട്ട വൈദികർ 4 സ്ലീവായുമായിട്ട് അൾത്താരയുടെ മുൻപിൽ 2 പേരും മധ്യഭാഗത്ത് 2 പേരുമായിട്ട് വിശുദ്ധ സ്ലീവായുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് പോലെ 2 വരിയായി വന്ന് വിശുദ്ധ സ്ലീവായെ ചൊല്ലിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഏവരും പരിശ്രമിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം
ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം ഈ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. എന്റെ കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനന്ത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഇടപെട്ടവരാകുന്നു. സർവ്വത്തിന്റെയും നാഥായ എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രമിക്കുകയും സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങനോട് കൃപ കാണാത്തത് എന്തുകൊണ്ട്? ഈ ജനത്തിന്റെ ഭാരമെല്ലാം എന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ രാത്രി എന്ന പോലെ
മാറിൽ വഹിച്ചുകൊണ്ട് പോവുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവനെ പ്രസവിച്ചത്? ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും? ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക എന്ന് പറഞ്ഞ് അവർ കരയുന്നു. ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല, അത് എന്റെ കഴിവിന് അതീതമാണ്. ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർദ്ധിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നു കളയണം. ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിലും നിന്ന് 70 പേരെ വിളിച്ചു കൂട്ടുക, അവരെ സമാഗമ കൂടാരത്തേക്ക് കൊണ്ടുവരിക. അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ. ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും. നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും. ജനത്തിന്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും. നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട. ജനത്തോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും? ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങൾ അത് തിന്നുക. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നതുവരെ 1 മാസത്തേക്ക് നിങ്ങൾ അത് ഭക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായി പോയി എന്ന് വിലപിക്കുകയും ചെയ്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 45-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം. അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായിട്ടല്ല, അധിവാസയോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. അന്ധകാരം നമ്മളെടുത്ത് വെച്ച് രഹസ്യമായല്ല ഞാൻ സംസാരിച്ചത്. ശൂന്യതയിൽ എന്നെ തിരയുവാൻ യാക്കോബിന്റെ സന്തതിയോട് ഞാൻ ആവശ്യപ്പെട്ടില്ല. കർത്താവായി ഞാൻ സത്യം പറയുന്നു, ഞാൻ ശരിയായത് പ്രഖ്യാപിക്കുന്നു. ജനതകളിൽ അവശേഷിച്ചവരെ ഒരുമിച്ച് കൂട്ടി അടുത്തു വരുവിൻ. തടി കൊണ്ടുള്ള വിഗ്രഹം പേർന്നെടുക്കുകയും രക്ഷിക്കുവാൻ കഴിവില്ലാത്ത ദേവന്മാരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ്. നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞതാരാണ്? കർത്താവായ ഞാൻ തന്നെയല്ലേ? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയിലെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എന്റെ മുമ്പിൽ മുട്ടുമടക്കും, എല്ലാ നാവും ശബ്ദം ചെയ്യും. നീതിയും ബലവും കർത്താവിന്റെ മാത്രമെന്ന് എന്നെ കുറിച്ച് മനുഷ്യർ പറയും. അവിടുത്തെ എതിർക്കുന്നവയെല്ലാം അവിടുത്തെ മുമ്പിൽ ചിതരാകും. Hallelujah,
അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും ദിനദിനം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും സർവേശ്വരനാം ദൈവം ഭൂവിനുടയും രാജമഹേശൻ തന്റെ സ്നേഹനിരും ക്ഷണമുള്ളോരെ വരുവിൻ നിങ്ങൾ. എന്റെ സഹോദരരെ, ഹെബ്രായർക്കായി എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 4 1 മുതലുള്ള തിരുവചനങ്ങൾ. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എന്റെ ക്രോധത്തിൽ ഞാൻ ശബ്ദം ചെയ്തതുപോലെ അവരൊരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല.
ഏഴാം ദിവസത്തെ പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു. വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവർ ഒരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട്. മുൻപ് സുവിശേഷം ശ്രമിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല. അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു: ഇന്നെങ്കിലും നിങ്ങൾ അവന്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെ പറ്റി പറയുമായിരുന്നില്ല. സകലത്തിന്റെയും ജീവനമായ നിന്നെ ഞങ്ങളുടെ മുന്നിൽ കഴിച്ച അനന്തകാരണത്തിന് എന്നേക്കും സ്തുതിയും. Thank you.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ അധ്യായം 3 വാക്യങ്ങൾ 29 മുതൽ 34 വരെ. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജനതാ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടുവെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പ്രിയമുള്ളവരെ, സിറോമർദാന സഭയുടെ ഏറ്റവും ആഘോഷപരമായ കുർബാനയാണ് രാസകുർബാന. ഈ രാസകുർബാനയുടെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രധാന പുരോഹിതൻ സഹകാർമ്മികരോടൊപ്പം ജനമധ്യത്തിലേക്ക് ഇറങ്ങി മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. എല്ലാവരും സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഇന്നേ ദിവസം ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്ത നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി പരിശുദ്ധാത്മാവിനെ അയച്ച് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് സ്വസ്ഥമായി ഇരിക്കാം. സഹോദരൻ, നിങ്ങൾ ദൈവത്തിനായി നിലവിളിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുകയും കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തനും കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന്
പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷാംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അവിടുന്ന് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുപ്പ് ഈ ജനത്തിന്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദ്രോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ വിടുതലാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. Oh,
Jai
സകലത്തിന്റെയും നാഥനായ ദൈവം നിങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കുമാറാകട്ടെ. സകലവിധ വരങ്ങളും കൊണ്ട് അവിടുന്ന് നിങ്ങളെ അലങ്കരിക്കുമാറാകട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാതിരേകത്താൽ നാം എല്ലാവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടു പോയ എല്ലാവരെയും വിസ്മരിക്കുകയും വിശ്വാസ കൃപയാൽ ഈ ബലിയിൽ രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ.